1997 മുതൽ ജനിച്ച 2012 വരെ കാലഘട്ടത്തിൽ ജീവിക്കുന്ന തലമുറയാണ്, അല്ലെങ്കിൽ ജനിച്ച തലമുറയാണ് ജെൻസി എന്ന് വിളിക്കുന്നത്. നിങ്ങളിൽ അധിക ആളുകളും ഈ ജെൻസിയുടെ രണ്ടാമത്തെ പകുതിയിലായിരിക്കും ഉണ്ടാവുക. 2005 മുതൽ 2012 വരെ ജനിച്ച ആളുകൾ അല്ലെ? ശരിയല്ലേ? അല്ലേ? യെസ്. ഈ 2005 മുതൽ 2012 വരെ ജനിച്ച നിങ്ങളെയാണ് പലപ്പോഴും ജെൻസി എന്ന് പറഞ്ഞുകൊണ്ട് ഇന്ന് മാധ്യമങ്ങളിലും മറ്റൊക്കെ അഭിസംബോധന ചെയ്യാറുള്ളത്. നിങ്ങൾ കേൾക്കുന്ന വാർത്തകളിലും നിങ്ങളുടെ രക്ഷിതാക്കൾ കേൾക്കുന്ന വാർത്തകളിലൊക്കെ ഈ ജെൻസി എന്ന വാക്ക് പോസിറ്റീവ് ആയിട്ടാണോ നെഗറ്റീവ് ആയിട്ടാണോ ഉപയോഗിക്കുന്നത് നിങ്ങൾ കണ്ടിട്ടുള്ളത്? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? പോസിറ്റീവ് ആണോ നെഗറ്റീവ് ആണോ? നെഗറ്റീവ് ആണ് അല്ലെ? നമുക്ക് പക്ഷെ നെഗറ്റീവ്സ് മാത്രമാണുള്ളത് അല്ല, നമുക്ക് ഒരുപാട് പോസിറ്റീവ്സ് ഇല്ലേ? മുൻ തലമുറകൾക്ക്, ജനറേഷൻ വൈനും മില്ലേനിയത്തിനൊന്നും കഴിയാത്ത ഒരുപാട് കാര്യങ്ങൾ നമുക്ക് കഴിയൂലേ? അവർക്കൊരു മൊബൈൽ ഫോൺ കയ്യിലെടുത്തു കൊടുത്തുകൊണ്ട് ഇതിൽ എന്തൊക്കെ സാധ്യതകൾ ഉണ്ടെന്ന് പരിശോധിച്ച് പറയാൻ പറഞ്ഞാൽ അവർക്ക് പറ്റുമോ? ഇല്ല. പക്ഷെ ആർക്ക് പറ്റും? നമുക്ക് പറ്റും. അതിനെ കൂടാതെ ഒരുപാട് അനേകം പോസിറ്റീവുകൾ നമുക്കുണ്ട്. വളരെ ചെറിയ പ്രായത്തിൽ അവർ ഇത്രയും കാലം നേടിയെടുത്ത പല കാര്യങ്ങൾക്ക് അപ്പുറമുള്ള കാര്യങ്ങൾ നേടിയെടുക്കാൻ ചെയ്യാൻ നമുക്ക് കഴിയും. അത്രമേൽ പോസിറ്റീവുകളുടെ വൈവിധ്യങ്ങളുടെ വലുപ്പമുള്ള ഒരു തലമുറയാണ് നമ്മൾ. പക്ഷേ ആ പോസിറ്റീവ്സ് ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഈ പറയുന്ന നെഗറ്റീവുകളൊക്കെ ഇൻവാലിഡ് ആണോ? അപ്രസക്തമാണോ? വെറുതെ പറയുന്ന കാര്യങ്ങളാണോ? ആണോ? അല്ല. ആ പറയുന്ന കാര്യങ്ങളിൽ പ്രസക്തമായ പല വിഷയങ്ങളുണ്ട്, പ്രസക്തമായ പല കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒരു നെഗറ്റീവായിട്ട് നമ്മൾ കേൾക്കാറുള്ള ഒരു കാര്യമാണെന്ത്? ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവായിട്ട് കേൾക്കാറുള്ളത് എന്താണ് ജെൻസിയുമായിട്ട് ബന്ധപ്പെട്ട്? എന്താണ്? ഡ്രഗ്സ് അഥവാ ലഹരി. ലഹരിയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നെഗറ്റീവായിട്ട് കേൾക്കാറുള്ളത്. പക്ഷെ നമ്മളൊക്കെ ലഹരിക്ക് എതിരല്ലേ? അല്ലേ? നമ്മളൊക്കെ ലഹരിക്ക് എതിരാണ്. ലഹരി എന്ന് പറയുന്നത് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തെ നശിപ്പിക്കുന്ന കാര്യമാണെന്ന് നമുക്കറിയാം. നമ്മൾ വളരെ മോശമായി അതിനെ കാണുന്നു, അത് ഉപയോഗിക്കുന്ന ആളുകളെ കാണുന്നു, അതിനെ ആ തരത്തിൽ വിലയിരുത്തുന്നു, അതിന് ഉപയോഗിക്കരുത് എന്ന് മനസ്സിലാക്കുന്നു, മറ്റുള്ളവർക്ക് പറഞ്ഞു കൊടുക്കുന്നു. പക്ഷെ എങ്കിലും നമ്മളിൽ തിരുത്തപ്പെടേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. അതിൽ വളരെ പ്രധാനപ്പെട്ട ഒന്നാണ് ഈ ലഹരിയെ നമ്മളിൽ ചില ആളുകളെങ്കിലും ഹീറോയിസമായിട്ട് കാണുന്നു. അല്ലെങ്കിൽ ഹീറോയിസമായിട്ട് കാണാൻ നമുക്ക് ഈ ലഹരിയുമായി ബന്ധപ്പെട്ട പല മീഡിയ സ്വാധീനങ്ങൾ ഉണ്ടാകുന്നു അല്ലെ? ചില ഹീറോകളൊക്കെ വന്ന് അവർ ലഹരി ഉപയോഗിക്കുന്നു, ലഹരിയുടെ പല വൈവിധ്യങ്ങൾ ഉപയോഗിക്കുന്നു. അത് കാണുമ്പോൾ യെസ്, ഓ അടിപൊളി, ഇതാണ് ലൈഫ്, അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ നടക്കുമ്പോഴാണ് മാസ് ആവുന്നത്, ഹീറോയിസം ആവുന്നത് എന്ന ഒരു ചിന്ത എപ്പോഴെങ്കിലും ഒക്കെ നമുക്ക് അബദ്ധവശാലെങ്കിലും വന്നിട്ടുണ്ടാവും. അത് മറ്റൊന്നും കൊണ്ടല്ല, നമ്മളെ അത്രമേൽ സ്വാധീനിക്കാൻ കഴിയുന്ന, നമ്മളെ അത്രമേൽ അവരുടെ വരുതിക്ക് നടത്താൻ കഴിയുന്ന തരത്തിലുള്ള സംവിധാനങ്ങൾ അവിടെ ഉള്ളത് കൊണ്ടാണ്. അവിടെ നമുക്ക് ആ ചിന്തയെ മാറ്റാൻ പറ്റണം. ആക്ച്വലി ലഹരി ഒരു ഹീറോയിസം ആണോ? അതിൽ എന്തെങ്കിലും ഹീറോയിക് ആക്ടിവിറ്റി ഉണ്ടോ? ഒരു സുഖം കിട്ടുന്ന കാര്യം വീണ്ടും വീണ്ടും ചെയ്യുന്നതിൽ എന്തെങ്കിലും ത്യാഗമുണ്ടോ? എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? ഒരു ബുദ്ധിമുട്ടോ ത്യാഗമോ റിസ്കോ സഹിക്കുമ്പോഴല്ലേ ഒരാൾ ഹീറോ ആകുന്നത് അല്ലെ? ഒരു പ്രയാസകരമായ ഒരു കാര്യത്തിന് വേണ്ടി ആ പ്രയാസത്തെ മറന്നുകൊണ്ട് അതിലെ നന്മക്ക് വേണ്ടി ഇറങ്ങുമ്പോഴല്ലേ ഒരാൾ ഹീറോ ആകുന്നത് അല്ലെ? ഇവിടെ നമുക്ക് ഏതൊക്കെയോ സുഖങ്ങൾ കിട്ടുന്ന കാര്യങ്ങൾ ആവർത്തിച്ച് ചെയ്യുന്നു എന്നതുകൊണ്ട് മാത്രം ഒരാൾ ഹീറോ ആകുമോ? അല്ലെങ്കിൽ ആ ആക്ടിവിറ്റി ഹീറോയിസത്തിലേക്ക് എത്തിക്കോ? അതുപോലെ തന്നെ ഈ ഡ്രഗ്സുമായിട്ട് ബന്ധപ്പെട്ട വേറൊരു കാര്യമാണ്, ഡ്രഗ്സ് ഉപയോഗിച്ചു കഴിഞ്ഞാൽ കുറെ കഴിവുകൾ ഏറിയിട്ട് ആരായിട്ട് മാറും? കഴിവുകൾ ഏറി ചില പ്രത്യേക ആളുകളായിട്ട് മാറും. അങ്ങനെ കഴിവുകൾ ഏറുമോ? കഴിവുകൾ കൂടോ? നമ്മളൊരു തെറ്റിദ്ധാരണയാണ്. നമ്മൾ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട്, നിങ്ങൾ ഇവിടെ ഒരു വീഡിയോ കാണാം, ഞാൻ ഇപ്പോൾ വാളിലൊരു വീഡിയോ പ്ലേ ചെയ്യാം, ആ വീഡിയോ ശ്രദ്ധിച്ച് കേൾക്കുക. കഴിവുകൾ കൂടുമെന്ന് നമ്മൾ ധരിക്കുന്ന പല ആളുകളും ഡ്രഗ്സ് ഉപയോഗിച്ചുകൊണ്ട് കഴിവുകൾ കൂടിയിട്ടില്ലേ, ഇന്നയാള് ഈ തരത്തിൽ വലിയ ആളായിട്ടില്ലേ, ആള് ഡ്രഗ്സ് ഉപയോഗിക്കുന്നുണ്ടല്ലോ, അപ്പൊ അതുകൊണ്ട് അയാൾക്ക് ഒരുപാട് കഴിവുകളുണ്ടല്ലോ, അല്ലെങ്കിൽ ഒരുപാട് കഴിവുകൾ അയാൾക്ക് നേടാൻ പറ്റിയിട്ടുണ്ടല്ലോ എന്നൊക്കെ ധരിക്കുന്ന നമുക്ക് ഒരു പുനർചിന്തക്ക് വേണ്ടി, നിങ്ങൾ ചിലപ്പോൾ കണ്ട വീഡിയോ ആയിരിക്കും, ഈ വീഡിയോ ഒന്ന് കാണുക. ഇയാളെ നിങ്ങൾക്ക് അറിയുമായിരിക്കും. ആളെ നിങ്ങൾക്ക് അറിയോ? ആ വീഡിയോന്റെ സൗണ്ട് ചെറിയ പ്രശ്നമുണ്ട്. ആളാരാ? ധ്യാൻ ശ്രീനിവാസൻ. അദ്ദേഹം മുമ്പ് ലഹരി ഉപയോഗിച്ചിരുന്നുള്ള കാര്യം അറിയോ? ലഹരി ഉപയോഗിച്ചിരുന്നുള്ള കാര്യം അറിയോ? ലഹരി ഉപയോഗിച്ചിരുന്നു അദ്ദേഹം ഒരുപാട് ഇന്റർവ്യൂകളിൽ തുറന്നു പറഞ്ഞിട്ടുണ്ട്. എന്റെ അവസാനം അദ്ദേഹം പറയുന്ന വളരെ പ്രധാനപ്പെട്ട
ലഹരിയാണ് എന്റെ ജീവിതത്തെ മുഴുവനായിട്ട് നശിപ്പിച്ചത്. എന്റെ ജീവിതത്തെ മുഴുവൻ തകർത്തത് ലഹരിയാണ്. എന്റെ ജീവിതത്തെ മുഴുവൻ ഇല്ലാതാക്കിയത് ലഹരിയാണ്. പക്ഷെ നമ്മള് ആ വ്യക്തി അത് ഇന്റർവ്യൂവിൽ തുറന്നു പറഞ്ഞിട്ടില്ലായിരുന്നെങ്കിൽ, നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതം കാണുന്ന സമയത്ത്, നമ്മൾ അദ്ദേഹത്തിന്റെ ജീവിതം നോക്കുന്ന സമയത്ത്, ഇയാൾ വലിയ സെലിബ്രിറ്റിയാണ്, ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, വളരെ മനോഹരമായിട്ടുള്ള ജീവിതം ക്രമീകരിക്കുന്നുണ്ട്, ഇയാൾ ഡ്രഗ്സ് ഉപയോഗിച്ചിട്ടുണ്ട്, അയാൾക്ക് എന്താ പ്രശ്നം? അയാളുടെ ജീവിതത്തിൽ ഈ ഡ്രഗ്സ് അയാൾക്ക് വലിയ ഉപകാരമായിട്ടില്ല, അല്ലെങ്കിൽ വലിയ സഹായമായിട്ടില്ലേ, അതുകൊണ്ട് എന്താ പ്രശ്നം? സ്വാഭാവികമായിട്ട് ചിലപ്പോൾ ചോദിക്കാം. അതേപോലെ തന്നെ നമ്മൾ ലഹരി ഉപയോഗിക്കുന്ന ചില സെലിബ്രിറ്റികളെ കണ്ടിട്ടുണ്ട്. ഇതാരാണ് ആള്? ആരാണ്? ഇവരുടെ പ്രൊഫഷൻ എന്താ? എന്താ പ്രൊഫഷൻ? എന്താ പ്രൊഫഷൻ? ഫുട്ബോൾ ആണ്. ഫുട്ബോൾ ലെജൻഡ് ആണ് അല്ലെ? ലോകം കണ്ട ഫുട്ബോൾ ഇതിഹാസങ്ങളിൽ ഒരാളാണ്. പെലെയുടെ കൂടെയും മെസ്സിയുടെ കൂടെയും റൊണാൾഡോയുടെ കൂടെയും ചേർത്ത് വെക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഫുട്ബോൾ കളിക്കാരനാണ് ഡിയേഗോ മറഡോണ. അപ്പൊ ചേട്ടൻ പറയാം, ഡിയേഗോ മറഡോണ ലഹരി ഉപയോഗിച്ചിരുന്നു, സോ എന്താ എനിക്ക് പ്രശ്നം? ഞാൻ ലഹരി ഉപയോഗിച്ചത് കുഴപ്പം? അല്ലെങ്കിൽ അത് ഡിയേഗോ മറഡോണ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്? സഹായിച്ചിട്ടുണ്ടോ? മൂപ്പർ ഡ്രഗ്സ് ഉപയോഗിക്കുന്ന ഫോട്ടോ നമ്മൾ കണ്ടിട്ടുള്ളൂ. മൂപ്പരുടെ ഫുട്ബോൾ കരിയർ എത്രാമത്തെ വയസ്സിൽ അവസാനിച്ചു അറിയോ? ഇത്രയും പൊട്ടൻഷ്യൽ ഉള്ള ഡിയാഗോ മറഡോണ എന്ന് പറയുന്ന പ്ലെയറിന്റെ ഫുട്ബോൾ കരിയർ 31ാമത്തെ വയസ്സിൽ അവസാനിച്ചു. പെലെയുടെ അത്ര ഗോൾ സ്കോർ ചെയ്യാൻ പൊട്ടൻഷ്യൽ ഉണ്ടായിരുന്ന ഡിയാഗോ മറഡോണയ്ക്ക് 31ാമത്തെ വയസ്സിൽ കളി നിർത്തേണ്ടി വന്നു. ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ 40-ലധികം പ്രായം കളിക്കാൻ പൊട്ടൻഷ്യൽ ഉള്ള ഡിയാഗോ മറഡോണയുടെ കളി 31ാമത്തെ വയസ്സിൽ അവസാനിപ്പിക്കേണ്ടി വന്നത് എന്തുകൊണ്ടാണ്? ബിക്കോസ് അയാൾ എന്ത് ഉപയോഗിക്കുന്നുണ്ടായിരുന്നു? വളരെ ലളിതമാണ് വിഷയം, വളരെ ലളിതമാണ്. നമ്മൾ ഇത് കാണുന്ന സമയത്ത് നമ്മൾ വിചാരം ഇത് ഇവരുടെ കരിയറിനെ ഭയങ്കരമായി സഹായിക്കുന്നുണ്ട്. കാരണം എന്റെ ലൈഫ് തൊലിച്ചത്, എന്റെ പഠനം ഇല്ലാതാക്കിയത്, എന്റെ പ്രണയം, അല്ലെങ്കിൽ എന്റെ ലൈഫിൽ എല്ലാം തൊലിച്ചത് സിന്തറ്റിക്. അച്ഛനുമായിട്ടുള്ള ഫ്രിക്ഷൻ, അല്ലെങ്കിൽ ഞാൻ അത്രയും വിഷമിച്ചല്ല, അവസാനം ഞാൻ കരഞ്ഞത് ആ സമയത്ത്. അപ്പൊ എനിക്ക് ഒരിക്കലും ആ കാലം ഞാൻ എന്റെ നശിച്ച കാലമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത്. ലൈഫ് നമ്മള് ഒന്നുമില്ലാതായി കളയും, ഏറ്റവും കൂടുതൽ നമ്മുടെ ശരീരം ഇല്ലാതായി കളയും. അതേപോലെ ഇന്ന് നമ്മൾ കാണുന്ന ഒരുപാട് തരത്തിലുള്ള ആളുകൾ ഉണ്ടാവും, റാപ്പേഴ്സ് ഉണ്ടാവും, സിംഗേഴ്സ് ഉണ്ടാവും. ഈ ആളുകൾ ലഹരി ഉപയോഗിക്കുന്നുണ്ട്, ഒരുപാട് ഉപകാരങ്ങൾ ഇവർക്കുണ്ടല്ലോ. നമ്മൾ അവരുടെ ജീവിതം എടുത്ത് പരിശോധിച്ചു കഴിഞ്ഞാൽ ലഹരി കൊണ്ട് മാത്രം ഒരാൾക്ക് ഒരു കഴിവുണ്ടെങ്കിൽ ആ കഴിവുണ്ട്, വളരെ ശരിയാണ്. ആ കഴിവിന് ലഹരിക്ക് ഒരു തരിമ്പ് പോലും ഉയർച്ച നൽകാൻ കഴിയില്ല. ഒരു തരിമ്പ് പോലും ഉയർച്ച. ചില ആളുകൾ ഇത് ഉപയോഗിക്കുന്നത് ചില ദിവസങ്ങളിൽ അറ്റൻഷൻ കൂടാൻ വേണ്ടിയിട്ടാണ്. ആ അറ്റൻഷൻ കൂടാൻ വേണ്ടി മാത്രം അയാൾ നശിപ്പിക്കുന്നത് അയാളുടെ ദിവസങ്ങളോളമുള്ള എനർജിയാണ്. ഒപ്പം തന്നെ 1/3 നമ്മുടെ ജീവിതത്തിന്റെ ആയുസിനെ 1/3 കുറക്കാൻ ലഹരിക്ക് പറ്റും. 1/3 കുറക്കാൻ. ഇത് മാത്രമല്ല, ലഹരിയുടെ ദൂഷ്യവശങ്ങളെ പറ്റി ഞാൻ വിശദീകരിക്കുന്നില്ല, അവിടെ നിങ്ങൾക്ക് അറിയുന്ന കാര്യമാണ്. ലൈംഗിക ശേഷി വരെ, കുടുംബ ജീവിതത്തിലുള്ള കപ്പാസിറ്റി വരെ നശിപ്പിക്കാൻ ലഹരിക്ക് വളരെ മനോഹരമായിട്ട് പറ്റും. ലഹരിയുമായിട്ട് ബന്ധപ്പെട്ട വേറെ ഒരു ചെറിയ വീഡിയോ കൂടി കാണാം. ഞാനും ഓനും കൂടിയിട്ട് ആദ്യമൊക്കെ ഒരു റൂമിലെ കിടന്നിട്ടുണ്ടായിരുന്നു. പിന്നെ ഓനോടുള്ള പെരുമാറ്റ രീതി മാറിയപ്പോ ഞാൻ വേറെ റൂമില്. പെരുമാറ്റ രീതി എന്ന് വെച്ചാല് ഒരു ഉമ്മക്ക് അല്ലെങ്കിൽ ഒരു ഉമ്മാനോട് മോന് ചെയ്യാൻ പറ്റുന്നതല്ലോ ഓൻ ചെയ്യുന്നതിന്റെ ഓന് ഓന്റെ കൂടെ കിടക്കാൻ പേടി. കിടക്കാനെന്ന് മാത്രല്ല, എനിക്കിപ്പോ ആ വീട്ടിന്റെ ഉള്ളിൽ തന്നെ നിൽക്കാൻ പേടി. ഓൻ വരിക വന്നു കഴിഞ്ഞപ്പോ പേടിയാണ്. ചിലപ്പോ 4 കാലം കുടിച്ച മണമൊന്നും ഉണ്ടാവില്ല. അങ്ങനൊന്നുമില്ല. വേറെ ഈ ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെയാണ് കൂടി ഉപയോഗിക്കുന്നത്. സിഗരറ്റ് ഒരു ഉമ്മയുടെ സങ്കടം പറയണം. ഉമ്മ പറയുന്നത്, എന്റെ മകന്റെ കൂടെ ഞാൻ കിടക്കാറുണ്ടായിരുന്നു, എന്റെ മകന്റെ കൂടെയായിരുന്നു ഞാൻ ഒരുമിച്ച് കിടന്നിരുന്നത്. ഇപ്പൊ എനിക്കതിന് സാധിക്കുന്നില്ല. ഒരു ഉമ്മയോട് പെരുമാറാൻ പറ്റാത്ത വിധമാണ് ആ മകൻ എന്നോട് പെരുമാറുന്നത് എന്ന സങ്കടം പറയാണ് ഒരു ഉമ്മ. അഥവാ ഉമ്മയെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റാത്ത വിധം, ഉമ്മയോട് വരെ വളരെ മോശമായിട്ട് പെരുമാറുന്ന വിധം ഒരാൾ മാറ്റാൻ ലഹരിക്ക് സാധിക്കും. ഇനി ലഹരി മാത്രമല്ല ഇതിലെ വില്ലൻ. ലഹരി ഇതിലെ വളരെ പ്രധാനപ്പെട്ട വില്ലനാണ്. ഉമ്മയോടുള്ള ആ മകന്റെ മോശം പെരുമാറ്റത്തിലെ വളരെ പ്രധാനപ്പെട്ട മറ്റൊരു വില്ലൻ, അത് പോൺ വീഡിയോ ആണ്. ഒരു പക്ഷേ ഞാൻ കണക്കിലെടുത്ത് പരിശോധിക്കുന്ന സമയത്ത് നമ്മുടെ പ്രായത്തിനെ പറ്റി ചെക്ക് ചെയ്തപ്പോ പോൺ വീഡിയോസ് കാണുന്ന ആളുകളാണ് 60% എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്.
ലഹരി നിങ്ങൾ ഭൂരിഭാഗം ആളുകളും ഉപയോഗിക്കുന്നില്ല എന്ന വിശ്വാസം എനിക്കുണ്ട്. ലഹരിയുമായി ബന്ധപ്പെട്ട് നിങ്ങൾ ഭൂരിഭാഗം ആളുകളും എതിരഭിപ്രായത്തിലായിരിക്കും എന്ന ഉറപ്പ് എനിക്കുണ്ട്. എന്നാൽ പോൺ വീഡിയോയിൽ ആ വിഷയത്തിൽ എനിക്ക് ചെറിയൊരു സംശയമുണ്ട്. കാരണം സമൂഹത്തിലെ ഈ പ്രായത്തിലുള്ള 60%-ലധികം ആളുകൾ ഇത്തരം വീഡിയോകൾ കൺസ്യൂം ചെയ്യുന്നു. നമ്മുടെ വീട്ടിൽ ഒറ്റക്കാണ്, നമ്മുടെ വീട്ടിൽ ഒറ്റക്ക് നമ്മളുടേതായിട്ടുള്ള സ്ഥലത്താണ്, നമ്മുടെ ഡിവൈസിലാണ്. ആ സമയത്ത് നമുക്ക് നമ്മുടെ വികാരത്തെ ശമിപ്പിക്കാൻ വളരെ എളുപ്പത്തിൽ ചെയ്യാൻ കഴിയുന്ന, നമ്മളെ എളുപ്പത്തിൽ തെറ്റിലേക്ക് കടക്കാൻ പറ്റുന്ന ഒരു മേഖലയാണ്. ഇതിന്റെ അപകടത്തെ പറ്റി ആലോചിച്ചിട്ടുണ്ടോ? ആ ഉമ്മ പറഞ്ഞ തന്റെ മകൻ തന്നോട് മോശമായിട്ട് പെരുമാറി എന്ന് പറയുന്നതിന്റെ കാരണമായിട്ട് ലഹരിയെ മാത്രമല്ല എണ്ണാൻ പറ്റുന്നത്. ഈ പോൺ വീഡിയോയുമായിട്ട് ബന്ധപ്പെട്ട ചില പഠനങ്ങൾ എടുത്ത് പരിശോധിക്കുമ്പോൾ പോൺ വീഡിയോ നിരന്തരം കാണുന്ന ആളുകളിൽ എന്നാൽ ചില മാറ്റങ്ങൾ പറയുന്നുണ്ട്. എന്താണെന്നറിയോ? ആ മാറ്റം എന്ന് പറഞ്ഞാൽ ഈ പോൺ വീഡിയോ കാണുന്ന സമയത്ത് എത്ര അളവാണോ നമ്മൾ കാണുന്നത്, എന്ത് കാര്യമാണോ നമ്മൾ കാണുന്നത്, അത് നമ്മെ തൃപ്തിപ്പെടുത്താൻ കഴിയാത്ത അവസ്ഥയിലേക്ക് നമ്മൾ പതുക്കെത്തും. പതുക്കെന്ന് പറഞ്ഞാൽ ഗ്രാജുവലി നമ്മൾ അതിലേക്ക് എത്തും. നമ്മെ അതിന് തൃപ്തിപ്പെടുത്താൻ കഴിയില്ല. അത് നമ്മൾ കൂടുതൽ വ്യത്യസ്തതകളിലേക്കും ഫാന്റസികളിലേക്കും നീങ്ങും. അത്തരത്തിൽ റീസെന്റ് ആയ ചില പഠനങ്ങൾ പറയുന്നത് ഒരുപാട് ആളുകൾ സെർച്ച് ചെയ്യുന്ന കണ്ടന്റുകളിൽ ഈ അഗമ്യഗമനം, ഇൻസെസ്റ്റ് അഥവാ അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള ലൈംഗിക ബന്ധത്തിനെ സെർച്ച് ചെയ്യുന്നു, തിരയുന്നു. അത് കാണാൻ ആളുകൾ ആഗ്രഹിക്കുന്നു. എന്താ കാരണം അറിയോ? അടുത്ത ബന്ധുക്കൾ തമ്മിലുള്ള ബന്ധം കാണാൻ ആഗ്രഹിക്കുന്നുണ്ടോന്നറിയോ? മറ്റത് അവർക്ക് തൃപ്തി ഉണ്ടാക്കുന്നില്ല, മറ്റത് അവർക്ക് തൃപ്തി നൽകുന്നില്ല. അപ്പൊ ഈ കാണുന്ന വ്യക്തി തന്റെ ഉമ്മയെയും തന്റെ പെങ്ങളെയും തന്റെ സഹോദരനെയും, സ്ത്രീകളാണെങ്കിലും പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും, അപ്പുറത്തെ അവസ്ഥയിൽ സങ്കല്പിച്ചുകൊണ്ടാണ്, നിങ്ങളെ പറ്റിയല്ല പറയുന്നത്, പൊതുവെയുള്ള പ്രതിഭാസം പറ്റി പറയാണ്, ആ അവസ്ഥയിൽ സങ്കല്പിച്ചുകൊണ്ടാണ് ഇതിലേർപ്പെടുന്നത്. എത്രത്തോളം അപകടമാണ് ആലോചിച്ചത്. അഥവാ ഈ വ്യക്തിയുടെ മനസ്സിൽ പുറത്ത് മാന്യനാവാം, അത്ര നല്ലതല്ല എന്നാണ് അർത്ഥം. നമ്മുടെ മനസ്സൊന്ന് മാറിപ്പോയാൽ, ഉമ്മയാണെങ്കിലും പെങ്ങളാണെങ്കിലും സഹോദരനാണെങ്കിലും, ആൺകുട്ടികൾ മാത്രമല്ല പോൺ വീഡിയോസ് കാണുന്നത്. പുതിയ പഠനങ്ങളിൽ എല്ലാ തരത്തിലുള്ള പെൺകുട്ടികൾ അടക്കമുള്ള എല്ലാ തരത്തിലുള്ള ആളുകളും അതുമായിട്ട് ബന്ധപ്പെട്ട് പറയപ്പെടുന്നുണ്ട്. ആ അവസ്ഥയിൽ തന്റെ ബുദ്ധി ഒന്നും അറിഞ്ഞു പോയാൽ, തന്റെ ബുദ്ധിക്ക് എന്തെങ്കിലും തകരാറ് സംഭവിച്ചാൽ, ലഹരി മാത്രമാണ് ഒരു വ്യക്തിയുടെ ബുദ്ധിയെ തകർക്കുക? ആണോ? നമ്മുടെ ബുദ്ധിക്ക് അതല്ലാതെയും തകരാറുകൾ വന്നുകൂടെ? അങ്ങനെ വന്നു കഴിഞ്ഞാൽ ആ ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഉമ്മയെയോ പെങ്ങളെയോ കാണുന്ന അവസ്ഥ ആലോചിക്കുക. എത്ര വൃത്തികേടാണ്, എത്ര പരിതാപകരാണ്. മാത്രല്ല, ഇത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ ഭാവി ജീവിതത്തെ, വിവാഹ ജീവിതം എന്ന് പറയുന്ന ഒരു മനുഷ്യന്റെ ജീവിതത്തിൽ എത്താനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യത്തിലെ തൃപ്തി കുറക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം, അസംതൃപ്തി വിവാഹ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകമായിട്ട് അവസാനത്തെ പഠനങ്ങൾ പറയുന്നത് ഈ ആളുകൾ പോൺ വീഡിയോ കാണുന്ന ആളുകളായിരുന്നതാണ്. അഥവാ ആ ശീലമുണ്ടെങ്കിൽ ഒരു സംശയവും വേണ്ട എഴുതി വെച്ചോളി, നിങ്ങളെ വിവാഹ ജീവിതം ഒരു പരാജയമായിരിക്കും. വിവാഹ ജീവിതം നിസ്സംശയം ഒരു പരാജയമായിരിക്കും. ആ വിവാഹ ജീവിതം എന്ന് പറയുന്ന വളരെ മനോഹരമായ ജീവിതത്തിൽ വരാനുള്ള സാഹചര്യത്തെ വ്യക്തമായിട്ട് ഉപയോഗിക്കാൻ പറ്റണമെങ്കിൽ അവിടെ നമുക്ക് ഈ ശീലം അവസാനിപ്പിച്ചേ പറ്റൂ. അതല്ലാത്ത അനേകം പ്രശ്നങ്ങൾ അതിലുണ്ട്. ആ പ്രശ്നങ്ങളിലേക്ക് എനിക്ക് കടക്കുന്നില്ല. മറ്റൊന്ന്, ഈ കൗമാര പ്രായത്തിൽ സൂക്ഷ്മതയുടെ കൗമാരം എന്നുള്ള അവസാനമായിട്ട് സൂചിപ്പിക്കാനുള്ള വിഷയം പ്രണയവുമായിട്ട് ബന്ധപ്പെട്ടാണ്. പ്രണയം ഇസ്ലാമിൽ തെറ്റാണോ ശരിയാണോ? നിങ്ങൾ അഭിപ്രായം അറിയണം. തെറ്റാണോ ശരിയാണോ? ഉറക്കെ തെറ്റുന്ന അഭിപ്രായമുള്ള ആളുകൾ പ്ലീസ് റൈസ് യുവർ ഹാൻഡ്. പ്രണയം ഇസ്ലാമിൽ തെറ്റാണെന്ന അഭിപ്രായമുള്ള ആളുകൾ. ഓക്കെ, പ്രണയം ഇസ്ലാമിൽ ശരിയാണ്, നല്ലതാണെന്ന അഭിപ്രായമുള്ള ആളുകൾ. ഇസ്ലാം പ്രണയത്തെ അനുകൂലിക്കുന്ന അഭിപ്രായമുള്ള ആളുകൾ. എന്താ കോൺഫിഡൻസ് ഇല്ലാത്തത്? കുറച്ചാളുകൾക്ക് തെറ്റാണെന്ന അഭിപ്രായമുണ്ട്, കുറച്ചാളുകൾക്ക് ശരിയാണെന്ന അഭിപ്രായമുണ്ട്. അപ്പൊ ഇതിന്റെ ഇടയിലുള്ള ആളുകൾ അങ്ങനെ ചില ആവശ്യങ്ങൾ വരുമ്പോ അല്ലേ ശരിയാവും, അല്ലെങ്കിൽ തെറ്റാണ്. അങ്ങനെ വരുമോ? ആക്ച്വലി ഇസ്ലാമിൽ പ്രണയം ശരിയാണ്, പ്രണയം പവിത്രമാണ്. പ്രണയിക്കുന്നതിന് പ്രതിഫലം നൽകുന്ന മതമാണ് ഇസ്ലാം. പ്രണയിക്കുന്നതിന് എന്ത് നൽകുന്ന മതം? ഉറക്കെ പ്രതിഫലം നൽകുന്ന മതമാണ് ഇസ്ലാം. പ്രണയത്തിനും അനുരാഗത്തിനും അങ്ങേയറ്റം അനുകൂലിക്കുന്ന മതമാണ് ഇസ്ലാം. പക്ഷേ ആ പ്രണയം എന്തിനു ശേഷം മാത്രമാവണം? എന്തിനു ശേഷം? വിവാഹത്തിന് ശേഷം മാത്രം. വിവാഹത്തിന് മുമ്പുള്ള പ്രണയബന്ധം ഇസ്ലാമിൽ ശരിയാണോ? അല്ല, വിവാഹത്തിന് മുമ്പുള്ള പ്രണയബന്ധം ഇസ്ലാമിൽ തെറ്റാണ്. എന്താ കാരണം? വിവാഹത്തിന് മുമ്പുള്ള പ്രണയബന്ധത്തിന് 2 തരത്തിലുള്ള എൻഡിങ്ങുകളാണുള്ളത്. ഒന്നുകിൽ അത് എവിടേക്ക് എത്തും, അല്ലെങ്കിൽ ബ്രേക്കപ്പിലേക്ക് എത്തും.
ഇതിൽ ഏത് എൻഡിങ് ആണ് ഏറ്റവും നല്ല എൻഡിങ്? ഏതാ? വിവാഹമാണോ? ബ്രേക്കപ്പ് മോശം എൻഡിങ് ആണ്. ഓക്കെ, ബ്രേക്കപ്പിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാ? ബ്രേക്കപ്പ് അത്ര സുഖമുള്ള അവസ്ഥയാണോ? ബ്രേക്കപ്പിന് ഒരുപാട് ഓഫറുകൾ ഉണ്ട്. ആൺകുട്ടികളാണെങ്കിൽ അല്ലെ, ബ്രേക്കപ്പ് ആൺകുട്ടികൾ അതിൽ നിന്ന് പിന്മാറി പോരുന്നതാണെങ്കിൽ ഒരുപാട് ഓഫറുകൾ അവർക്കുണ്ട്. ആ പെൺകുട്ടിക്ക് ഒരു കേസ് കൊടുത്താൽ മതി, വിവാഹ വാഗ്ദാനം നൽകി പീഡിപ്പിച്ചു എന്നുള്ള കേസ് കൊടുത്താൽ മതി. എന്റർടൈൻമെന്റ് അല്ലേ? അല്ലേ? പെണ്ണ് കേസിൽ എവിടെ പോയി കിടക്കാം? എവിടെ പോയി കിടക്കാം? ഉഷാറാവും. പിന്നെന്താ വെച്ചാൽ പിന്നെ കല്യാണത്തെ പറ്റി ആലോചിച്ച് ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. കാരണം എന്ത് കിട്ടൂല? പെണ്ണ് കിട്ടൂല. ആ ടെൻഷൻ നമുക്ക് ഒഴിവായി കിട്ടും. ഇനി ഇതേ സൈഡിൽ പെൺകുട്ടികളാണ് അന്ന് പിന്മാറി പോന്നെങ്കിലോ? അല്ലെ, ആസിഡ് ആക്രമണം കിട്ടും, പെട്രോൾ വരും, അങ്ങനെ പല തരത്തിലുള്ള ഓഫറുകളും അവിടെ കിടക്കുന്നുണ്ട്. അതായത് മൊത്തത്തിൽ നമ്മൾ ആ ബന്ധത്തിലേക്ക് എത്തി നമ്മൾ ബ്രേക്കപ്പ് ആയി പോകുമ്പോൾ നമ്മുടെ ലൈഫിൽ അപകടത്തിന്റെ സാധ്യതകൾ എന്ത് ചെയ്യാണ്? കൂടിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനോട് കൂടാതെ എല്ലാവർക്കും അനുഭവിക്കാൻ പറ്റുന്ന ട്രോമ, നഷ്ടബോധം, റിഗ്രറ്റ്, സമയനഷ്ടം, ഈ സകല കാര്യങ്ങളും എന്ത് ചെയ്യും? നമ്മുടെ ഉള്ളിലേക്ക് വരുന്നുള്ളതാണ്. അതേപോലെ തന്നെ ഈ പ്രണയവുമായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ബ്രേക്കപ്പുമായി ബന്ധപ്പെട്ട് വേറൊരു വിഷയമുള്ളത്, നമുക്കൊക്കെ അറിയുന്നത് പോലെ ഇപ്പോൾ ഈ ബ്രേക്കപ്പിനെ പറ്റി നമ്മൾ ആലോചിക്കുന്ന സമയത്ത് ക്യാമ്പസ് ലൈഫ് ആണല്ലോ. ഈ ക്യാമ്പസ് ലൈഫിൽ നിങ്ങൾ ഏത് ലൈഫിനാണ് ഏറ്റവും മനോഹരമായിട്ട് കാണുന്നത്? ക്യാമ്പസിലേക്ക് വന്ന് ഫ്രണ്ട്സിന്റെ കൂടെയൊക്കെ ഇങ്ങനെ അവരുടേതായിട്ടുള്ള വൈബിനനുസരിച്ച് കളിയും തമാശയൊക്കെ പറഞ്ഞിരിക്കുന്നതാണോ, അതോ ഇത്തരത്തിൽ ഫ്രണ്ട്സിനോടൊക്കെ ചെലവഴിക്കുന്ന സമയം മൊത്തം ഒരാളുമായിട്ട് മാത്രം സമയം ചെലവഴിക്കുന്നതാണോ? ഏതാണ് ക്യാമ്പസ് ലൈഫ് നമുക്ക് കിട്ടുക? എവിടെയാണ് കിട്ടുക? ക്യാമ്പസ് ലൈഫ് ഏതിലാണ് കിട്ടുക? പ്രണയത്തിലാണോ? അല്ല. ഇതിനെപ്പറ്റി ബ്രേക്കപ്പിന് ശേഷം ആ സമയത്ത് ഭയങ്കര ആസ്വാദനമൊക്കെ ഉണ്ടാവും. ബ്രേക്കപ്പിന് ശേഷം ആലോചിക്കുമ്പോൾ ക്യാമ്പസ് ലൈഫ് ഇല്ല, ഫ്രണ്ട്സ് ഇല്ല, ആവശ്യത്തിന് ആസ്വാദനങ്ങൾ അവിടെ നിന്ന് ഹലാലായ രീതിയിൽ ലഭിക്കാനുള്ളത് കിട്ടിയിട്ടില്ല. എത്ര വലിയ നഷ്ടമാവുന്ന ആലോചിക്കുക. ഇനി പ്രണയം വിവാഹത്തിലേക്ക് എത്തുന്ന സാഹചര്യങ്ങൾ, ആ സാഹചര്യങ്ങളിൽ രണ്ട് തരത്തിലുള്ള ആളുകളാണ് കേട്ടോ. ഒന്നെന്ന് പറഞ്ഞാൽ വളരെ കെയറിങ് ആയിട്ടുള്ള ഒരു ഇക്കയും ഒരു ക്യൂട്ട്നെസ് ഇടുന്ന ഒരു ബേബിയുമുള്ള വളരെ നല്ല ക്യൂട്ട് പ്രണയമാണ്. അങ്ങനത്തെ ഒരു പ്രണയം വിവാഹത്തിലേക്ക് എത്തിക്കഴിഞ്ഞാൽ എന്താ നിങ്ങളെ അഭിപ്രായം? സക്സസ് ആവോ? ഈ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും തങ്ങളുടെ ഏറ്റവും നല്ല മുഖം കാണിക്കാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കും, തങ്ങളുടെ ഏറ്റവും ബെസ്റ്റ് ഫേസ് കാണിക്കാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കും. ഞാൻ എങ്ങനെയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട, എനിക്ക് ഏറ്റവും സ്പെഷ്യൽ ആയിട്ടുള്ള ആളുടെ മുന്നിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടാവേണ്ടത് എന്നതുമായിട്ട് ബന്ധപ്പെട്ട് അവർക്കൊരു ധാരണ ഉണ്ടാവും. അതിനുവേണ്ടി തന്റെ ഏറ്റവും പോളിഷ്ഡ് ഫേസ് ആയിരിക്കും അവിടെ കാണിക്കുക. അങ്ങനെ കാണിക്കുന്ന സമയത്ത് മെസ്സേജ് ഒക്കെ അയക്കുമ്പോൾ അവര് ഞാൻ നിസ്കാരം ഇല്ലാത്ത ആളാ കേട്ടോ, അപ്പൊ ഞാനൊന്ന് ലോഹർ നിസ്കരിച്ച് വരാന്നൊക്കെ പറയും. ഞാൻ ജസ്റ്റ് പള്ളിക്ക് ജമാഅത്തിനൊക്കെ പോയിട്ട് വരാം. അതുപോലെ അങ്ങനെ എന്തെങ്കിലും സംസാരിക്കുന്ന സമയത്ത് ഞാൻ ഇന്നലെ തഹജ്ജുദിന് എഴുന്നേറ്റ സമയത്താണ് ഒരു കാര്യം വാർത്തത്. എന്തിനാ പറയുന്നത്? ഞാൻ തഹജ്ജുദിന് എഴുന്നേൽക്കുന്ന ആളാണെന്ന് തോന്നാൻ വേണ്ടിയിട്ട്. അതേപോലെ വളരെ നല്ല രീതിയിലുള്ള പെരുമാറ്റങ്ങളും നല്ല കെയറിംഗ് ഒക്കെ ആയിരിക്കും. അപ്പുറത്ത് ഇങ്ങോട്ട് നല്ല ക്യൂട്ട്നെസ് ആയിരിക്കും. ഇതെന്ന് പറഞ്ഞാൽ അപ്പുറത്തെ ആൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാക്കുന്ന നമ്മുടെ സ്പെഷ്യൽ ഫേസ് ആണ്, സ്പെഷ്യൽ ആയിട്ടുള്ള ഒരു രൂപമാണ്. ഇത് കല്യാണത്തിന് ശേഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റുമോ? വലിയ നിരാശ വരും. സ്വാഭാവികമായിട്ട് ഇവരുടെ നോർമലായ ജെന്യൂൻ ആയിട്ടുള്ള നോർമൽ ക്യാരക്ടറിലേക്ക് മാറിക്കഴിഞ്ഞാൽ അപ്പുറത്തെ ആൾക്ക് നിരാശ വരും. കാരണം അപ്പുറത്തെ ആൾ കണ്ട ഒരാൾ ഇതല്ല, അപ്പുറത്തെ ഒരാൾ മനസ്സിലാക്കിയ ഒരാൾ ഇതല്ല. ഇതിനു മുമ്പ് അപ്പുറത്തെ ആളെ സംബന്ധിച്ച് അവരുടെ ധാരണയിൽ ഉണ്ടായ തന്റെ പാർട്ട്ണർ ഇതല്ല. സ്വാഭാവികമായിട്ടും ആ പാർട്ട്ണറെ കിട്ടാത്തത് കൊണ്ട് ഭയങ്കര നിരാശയായി. വളരെയധികം ഡിവോഴ്സുകൾ ഇതിൽ കൂടിയിട്ടുണ്ട്. ഇപ്പോ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഈ പ്രണയബന്ധം മുമ്പൊരു പ്രണയബന്ധം ഉള്ള അവസ്ഥയിൽ അത് പിന്നീട് വിവാഹത്തിലേക്ക് എത്തിയതാണോ, പ്രണയബന്ധം ഇല്ലാതെ വിവാഹത്തിലേക്ക് എത്തിയതാണോ കൂടുതൽ സക്സസ് ആവാൻ ചാൻസ്? എന്താണ് മനസ്സിലാക്കൽ? ഒരു പ്രണയബന്ധത്തിലൂടെ വിവാഹത്തിലേക്ക് എത്തുന്നതാണോ, പ്രണയബന്ധം ഇല്ലാതെ വിവാഹത്തിലേക്ക് എത്തുന്നതാണോ സക്സസ് ആവാൻ ചാൻസ് കൂടുതൽ? ഏതാ? പ്രണയബന്ധം ഇല്ലാതെ. പഠനങ്ങൾ വരെ അതാണ് പറയുന്നത്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാരണം അതാണ്. ഈ ക്യൂട്ട്നെസ്സും കെയറിങ്ങും എന്ത് ചെയ്യാൻ പറ്റൂല? എന്തിനു ശേഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റൂല? വിവാഹത്തിന് ശേഷം കണ്ടിന്യൂ ചെയ്യാൻ പറ്റില്ല. കാരണം അവരുടെ നോർമൽ ലൈഫിലേക്ക് അവർ തിരിച്ചു വരും. ആ നോർമൽ ലൈഫിലേക്ക് തിരിച്ചു വരുന്ന സമയത്ത് അവർക്ക് എന്ത് ചെയ്യാൻ കഴിയില്ല? ഇത് തുടരാൻ കഴിയില്ല. അതുപോലെ തന്നെ മറ്റൊരു ടൈപ്പ് ഓഫ് ആളുകളാണ് പരസ്പരം അറിയുന്ന പ്രശ്നങ്ങളും നന്മകളൊക്കെ മനസ്സിലാക്കുന്ന ആളുകൾ. ഇങ്ങനത്തെ ആളുകൾ വിവാഹം കഴിച്ചാൽ എന്തായിരിക്കും? സക്സസ് ആവൂല. ഇത് പ്രധാന പ്രശ്നം എന്താ അറിയോ? ഇവർക്ക് ഈ പ്രണയത്തിന്റെ സമയത്തിന് ഇവിടെ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള പ്രശ്നങ്ങളും നന്മകളൊക്കെ മനസ്സിലായിട്ടുണ്ടാവും. മറ്റേ ആളുകൾ വേറൊരു ഇമാജിനറി വേൾഡിലാണ്. പക്ഷെ ഈ ആളുകൾക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും മനസ്സിലായിട്ടുണ്ടാവും. ഈ മനസ്സിലാകുന്ന ആളുകൾക്ക് ഈ കല്യാണത്തിന് എന്തെങ്കിലും എക്സൈറ്റ്മെന്റ് ഉണ്ടാവോ?
എന്തെങ്കിലും പുതുമ ഉണ്ടാവോ? ഉണ്ടാവില്ല. പിന്നെ സ്വാഭാവികമായിട്ട് അപ്പുറത്തെ ആളുടെ പ്രശ്നങ്ങളിൽ മുൻപ് മുതലേ ഒരു അസംതൃപ്തി ഉണ്ടാവും. പല ആളുകളും, എനിക്ക് ഒരുപാട് സുഹൃത്തുക്കൾ അത്തരത്തിൽ കേട്ടോ, പല ആളുകളും ഇത്തരത്തിലൊരു പ്രണയബന്ധത്തിലായി എന്നതുകൊണ്ട് മാത്രം ആ ഒരു ഇമോഷണൽ ലോക്കിൽ തിരിച്ചു പോരണമെന്നുണ്ട്, ഈ ബന്ധം അവസാനിപ്പിക്കണമെന്നുണ്ട്. പക്ഷെ വൈകാരികമായ ഒരു ലോക്കിൽ മാത്രം ബന്ധപ്പെട്ടുകൊണ്ട് കല്യാണത്തിലേക്ക് എത്തിപ്പെടേണ്ട അവസ്ഥ, വേറൊരു വകുപ്പിലാണ് എത്തിപ്പെടേണ്ട അവസ്ഥ. ഒന്ന് ആലോചിച്ച് നോക്കി, ആ കല്യാണ ജീവിതം, ആ വിവാഹ ജീവിതം സംതൃപ്താവോ? ഒരിക്കലും ആവൂല. അവർക്ക് പെട്ടെന്ന് സ്വാഭാവികമായിട്ട് അവർക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാവും. എന്തുകൊണ്ട് ഇസ്ലാം, നേരത്തെ പറഞ്ഞ പോലെ, എന്തുകൊണ്ട് ഇസ്ലാം വിവാഹത്തിന് മുമ്പുള്ള പ്രണയ ജീവിതം അല്ലെങ്കിൽ പ്രണയബന്ധം എന്തുകൊണ്ട് നമുക്ക് നിഷിദ്ധമാക്കി എന്ന് ചോദിച്ചാൽ വളരെ മനോഹരമായ ഉത്തരം, അത് നമ്മുടെ ജീവിതത്തെ നശിപ്പിക്കുന്നുള്ളതാണ്. അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട, ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ വിവാഹ ജീവിതം എന്ന് പറയുന്ന ഒരു കാര്യത്തെ നശിപ്പിക്കുന്നതുകൊണ്ടാണ്. അതേപോലെ തന്നെ ഈ ബന്ധങ്ങൾ, ഇതിലൂടെ നമ്മൾ തെരഞ്ഞെടുക്കുന്ന ആളുകൾ, നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മളുടെ പങ്കാളിയാവണമെന്ന് വിചാരിച്ചുകൊണ്ട് തെരഞ്ഞെടുക്കുന്ന ആളുകൾ, ആ ആളുകൾ എന്ന് പറഞ്ഞാൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണ് നമ്മുടെ ജീവിതത്തിൽ. ഇത് നമ്മൾ ആക്ച്വലി ശരിക്കും, ഇപ്പൊ ചില ആളുകളൊക്കെ വാശി പിടിക്കുന്നുണ്ടാവും, ഞാൻ ഇന്നയാളെ വിവാഹം കഴിക്കുള്ളൂ അല്ലെങ്കിൽ ഇന്നയാളുമായിട്ടുള്ള ബന്ധം ഉണ്ടാവുള്ളൂ എന്നൊക്കെ ഒരു വാശി നമ്മൾ മനസ്സിൽ കയറിയിട്ടുണ്ടാവും. ആക്ച്വലി ഈ തീരുമാനം നമ്മൾ എടുത്തത്, ഇന്നയാളെ സെലക്ട് ചെയ്തത് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട തീരുമാനമാണല്ലോ. ഈ പ്രധാനപ്പെട്ട തീരുമാനം എടുത്തത് ശരിക്കും ചിന്തിച്ചിട്ടാണോ? ചിന്തിച്ചാലോചിച്ച് എനിക്ക് വേണ്ടയാളാണ് എന്ന് തീരുമാനിച്ചുറപ്പിച്ചതിന് ശേഷമാണോ? അല്ല. 8ാം ക്ലാസ്സിലോ 9ാം ക്ലാസ്സിലോ 10ാം ക്ലാസ്സിലോ ഒക്കെ ഏതൊക്കെയോ എലമെന്റ്സിൽ ആകൃഷ്ടരായത് കൊണ്ട് മാത്രം എന്റെ ലൈഫ് ലോങ് പങ്കാളിയെ സെലക്ട് ചെയ്യാം. എന്നാലോചിച്ച് നോക്കിങ്ങള്, എത്ര വിഡ്ഢിത്താണത്. എന്റെ ലൈഫ് ലോങ്, ജീവിത അവസാനം വരെ എന്റെ കൂടെ ജീവിക്കേണ്ട ഒരാളെ ഞാൻ സെലക്ട് ചെയ്യുന്നത് എങ്ങനെയാണ്? 8ാം ക്ലാസ്സിലെ 13, 14, 15 വയസ്സുള്ള ആ പ്രായത്തിൽ എന്റെ ചെറിയ വികാരങ്ങൾ കൊണ്ട് എത്ര വലിയ നഷ്ടമാണ് അവിടെ സംഭവിക്കുന്നത്. ഇനി നമ്മൾ അത്തരത്തിൽ ചില ആളുകളൊക്കെ പറയും, ഞാൻ തെരഞ്ഞെടുത്തയാളല്ല, നമ്മൾ വീണുപോയ ആളാണ്. നമുക്ക് തെരഞ്ഞെടുപ്പ് എവിടെ വരുന്നത്? നമുക്ക് വേണ്ട ഗുണങ്ങളെ പരിശോധിച്ച് ആവശ്യമുള്ള ഗുണങ്ങളെ ചെക്ക് ചെയ്ത് ആ ആവശ്യത്തിനനുസരിച്ച് ആളുകൾ അന്വേഷിച്ച് എന്റെ ആവശ്യത്തിനനുസരിച്ചുള്ള ആളെ ഞാൻ കണ്ടെത്തുമ്പോഴാണ് അവിടെ നമ്മുടെ ജീവിതത്തിലെ പ്രധാനപ്പെട്ട തീരുമാനത്തിനെ ഏതോ പ്രായത്തിലെ വികാരം തള്ളിച്ചുകൊണ്ട് നഷ്ടപ്പെടുത്തുന്നത് സേഫ് ആണോ? നല്ലതാണോ? നമ്മുടെ ജീവിതത്തിന് ഗുണകരാണോ? വളരെ ലളിതമായിട്ടല്ല എന്നാണ്. ഈ 3 വിഷയങ്ങൾ മാത്രമേ ഇവിടെ സൂചിപ്പിക്കുന്നുള്ളൂ. ഏറ്റവും പ്രധാനപ്പെട്ട ലഹരിയും പോണും പ്രണയവും കൗമാരത്തിലെ സൂക്ഷ്മതയുടെ കൗമാരവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മുടെ മനസ്സിൽ ഉറച്ചു നിൽക്കുന്ന കാര്യങ്ങളാണ്. ഇൻഷാ അല്ലാഹ് കുറച്ച് വിഷയങ്ങളും കുറച്ച് സംസാരങ്ങളും നിങ്ങളിലേക്ക് എത്തും. ആ സമയത്ത് നിങ്ങളുടെ മനസ്സിൽ ഉണ്ടാവേണ്ട കാര്യമാണ് നിങ്ങൾ തിരുത്തേണ്ട സ്ഥലങ്ങൾ. ഇത് ഏതൊക്കെയാണ് നിങ്ങൾ തിരുത്തേണ്ട സ്ഥലങ്ങൾ എന്നുള്ളത് ഓരോ ആളുകളെ സംബന്ധിച്ച് വ്യത്യസ്തമായിരിക്കും. നമ്മൾ തിരുത്തേണ്ട സ്ഥലങ്ങളിൽ നമ്മൾ തിരുത്തുക എന്നുള്ളത് പടച്ചോൻ ഒരുപാട് അനുഗ്രഹങ്ങൾ നമുക്ക് നൽകിയിട്ടുണ്ട്. ഒരുപാട് പ്രയാസങ്ങളും ത്യാഗങ്ങളും സഹിച്ചുകൊണ്ട് സ്വർഗത്തിലേക്ക് പോകുന്ന ആളുകൾ ഉണ്ട്. ഫലസ്തീനിലും അതേപോലെ തന്നെ പഴയ ചരിത്രത്തിൽ സ്വഹാബിമാരിലും ഒക്കെ ഒരുപാട് ആളുകളുണ്ട്. ആ ആളുകൾ സ്വർഗത്തിലേക്ക് എത്തുന്ന സമയത്ത് ഈ വിഷയങ്ങളിൽ, വളരെ ചെറിയ വിഷയങ്ങളായ നമുക്ക് ലളിതമായി ചെയ്യാൻ കഴിയുന്ന, ഒരുപാട് ത്യാഗമൊന്നും സഹിക്കാതെ തന്നെ ചെയ്യാൻ കഴിയുന്ന ഈ കാര്യങ്ങളിൽ പോലും വ്യക്തമായ കൃത്യമായ നിലപാടുകളും കൃത്യമായ ജീവിതവും എടുക്കാത്ത, ആ തീരുമാനങ്ങൾ എടുക്കാത്ത, നടപ്പിലാക്കാത്ത നമ്മളും പോയി നിൽക്കുന്ന സമയത്ത് നമുക്ക് ആ സ്വർഗപ്രവേശനം സാധ്യമാവുക എന്നുള്ള കാര്യം വളരെ ഗൗരവമായിട്ട് നമ്മൾ നമ്മുടെ മനസ്സിൽ ചിന്തിക്കേണ്ടതാണ്. ഞാൻ എൻ്റെ വാക്കുകളോട് അവസാനിപ്പിക്കുകയാണ്. ഏറ്റവും പ്രധാനമായി ഇനി വരുന്ന സെഷനുകൾ, ആ സെഷനുകൾ പറയുന്ന വിഷയങ്ങൾ അത് ഇതിലേക്ക് കൂടെ ചേർത്ത് മനസ്സിലാക്കണമെന്ന് സൂചിപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.